നമസ്തേ. വിനായക ചതുർത്ഥി മുതൽ സങ്കടനാശന ഗണേശ സ്തോത്രം ജപിക്കുക. ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാന്റെ പ്രത്യേകത എന്തെന്നാൽ ക്ഷിപ്രകോപിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഇഷ്ടമൂർത്തിയാണ് വിഘ്നേശ്വരൻ. സങ്കടനാശന ഗണേശ സ്തുതി ജപിച്ച് സർവ്വവിഘ്നങ്ങളും അകന്ന് സർവ്വമംഗളങ്ങളിൽ ലഭിക്കും. സമ്പത്തും ഐശ്വര്യവും ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സൽപുത്ര ലാഭമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യ കിട്ടുന്നതിനും ജീവിതമോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് ഗണേശ ഭഗവാന്റെ പ്രസാദത്താൽ മോക്ഷം ലഭിക്കും. ഗണപതിയുടെ 12 രൂപഭാവങ്ങൾ ധ്യാനിച്ച് വേണം സങ്കടനാശന ഗണേശ സ്തോത്രം ജപിക്കാൻ. ഈ സ്തോത്രം ദിവസവും 3 സമയങ്ങളിലും ജപിക്കാവുന്നതാണ്. സ്തോത്രം പറയാം. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാവാസം സ്മരേ നിത്യം ആയുർകാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തദാഷ്ടമം നവമം ഫാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതി ദ്വാദശം തു ഗജാനനം. അതുപോലെ ഗണേശന്റെ പ്രതിഷ്ഠയും നിമഞ്ജനവും ചെയ്യുന്നത് എന്തിനാണെന്നോ? പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരാൽ പൊറുതിമുട്ടിയ ദേവന്മാർ കളിമണ്ണിൽ ഗണേശ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുകയുണ്ടായി. അതിൽ പ്രസന്നനായ വിഘ്നേശ്വരൻ അസുരന്മാരെ യുദ്ധം ചെയ്ത് നിഗ്രഹിച്ചു. നിഗ്രഹത്തിന് മുൻപ് അസുരന്മാർ ഞങ്ങൾ ഇനി മനുഷ്യരിൽ അവരറിയാതെ ജീവിച്ചോട്ടെ എന്ന് ഭഗവാനോട് അനുവാദം ചോദിച്ചു. അതിന് വിഘ്നേശ്വരൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ആരാണോ ചിങ്ങമാസത്തിൽ ശുക്ലപക്ഷ ചതുർത്ഥി നാളുകളിൽ തന്നെ മണ്ണിലുണ്ടാക്കി പൂജിക്കുന്നത് അവരിൽ നിന്നും അസുരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് ഒരു നിബന്ധന വെച്ചു. അതിനാൽ ഈ കാലയളവിൽ കളിമൺ വിഗ്രഹം നിർമ്മിച്ച് പൂജിക്കുന്നവരിൽ അസുരഗണങ്ങൾ ഒഴിഞ്ഞുപോയി ഐശ്വര്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്നുകൂടി വിശ്വസിക്കുന്നുണ്ട്. എന്തെന്നാൽ വേദവ്യാസ മഹർഷി മഹാഭാരതം രചിക്കാൻ ഭഗവാൻ ഗണേശനെ ക്ഷണിക്കുകയും മഹാഭാരതം എഴുതാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗണേശ ചതുർത്ഥിയുടെ അന്ന് വേദവ്യാസൻ ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെന്നും അങ്ങനെ ഗണപതി ഭഗവാൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയെന്നും വിശ്വസിക്കപ്പെടുന്നു. 10 ദിവസം നിർത്താതെ എഴുതുകയും ഈ 10 ദിവസം കൊണ്ട് ഭഗവാന്റെ മേൽ അഴുക്ക് പടർന്നു. അത് വൃത്തിയാക്കാനായി 10ാം ദിവസം ഭഗവാൻ സരസ്വതി നദിയിൽ കുളിക്കുകയും ഈ ദിവസം അനന്ത ചതുർദശി ആയിരുന്നു. ഈ ഐതിഹ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഗണേശ പ്രതിഷ്ഠയും നിമഞ്ജനവും നടത്തുന്നത്.